ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ അവളെ ഏൽപ്പിച്ചിട്ട് വന്നത് നല്ല തീരുമാനമാണ്. അവള് ജീവിക്കേണ്ട വീടായതുകൊണ്ട് അവരുടെ മുന്നിൽ താൻ ആരാണെന്നുള്ള വിവരം അവൾ പ്രകടിപ്പിക്കുകയില്ല എന്ന് കരുതി ഒരുപാട് സമയം അവൾ ക്ഷമയോടെ ഇരിക്കുമെന്നും കരുതണ്ട. ഇന്ന് 150 വർഷങ്ങൾക്ക് ശേഷം മഹാശിവരാത്രിയിൽ വരുന്ന പ്രദോഷ നാളിൽ നടക്കുന്ന സൂര്യഗ്രഹണമാണ്. അതും സൂര്യനുദിക്കുന്ന അതേ നാഴികയിൽ തന്നെ ആരംഭിക്കുന്നു. ഈ സമയത്ത് ദൈവശക്തിയേക്കാൾ ദുഷ്ടശക്തിക്ക് വീര്യം കൂടുതലായിരിക്കും. ഈ ദിവസം അവർ ഒന്നായാൽ പിന്നെ ഒരു ശക്തിക്കും അവരെ വേർപെടുത്താനാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവളെ എങ്ങനെ തടയും സ്വാമി? അതിന് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, നിന്റെ അനിയത്തിയുടെ ആത്മാവ് ശിവാനിയുടെ ആത്മാവിനെ അതിജീവിച്ച് പുറത്തു വരണം. അതിന് സാധ്യതയില്ല. അപ്പൊ രണ്ടാമത്തെ വഴി? ദോഷ നിവർത്തിക്കായി 8 ദിക്കിൽ നിന്നുള്ള ഭഗവതിമാരെ മുക്കോടയിലെ ജലത്തിൽ ഇറക്കുന്ന നേരത്ത് നീ ആ പയ്യനെയും കൂട്ടിക്കൊണ്ട് അവിടെ വരണം. ഞാൻ ഇപ്പൊ തന്നെ മുരളിയും കൂട്ടി വരാം. നിൽക്ക്, അതത്ര എളുപ്പമല്ല. ഗ്രഹണം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും അവളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് ഒറ്റയ്ക്കത് ചെയ്യുവാൻ കഴിയില്ല. ഞാനും വരാം. ഈശ്വരാ, വീണ്ടും അവർ ഒരുമിച്ച് മുറിക്കകത്ത് പോയല്ലേ? നല്ല ചാൻസോ? ധോണിയുടെ കൂടെ ദോശ കഴിക്കാൻ നല്ല ചാൻസ് കിട്ടിയത്. ഈ ഓടിക്കുന്നത് പ്രേതവാ, പോകുന്ന വഴിക്ക് തന്നെ എന്റെ കാറ്റ് പോയത്. എല്ലാരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലും എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. ആലോചിച്ചൊരു വഴിക്കല്ലേ. പൊട്ട് പൂവ് എന്തു പറ്റി മാധവി? തനി ഗ്രാമീണ പെൺകുട്ടിയായല്ലോ. ഇങ്ങനെ ഇരിക്കുന്നതല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? എന്റെ ചേട്ടന്റെ മോൻ പ്രേതത്തിന്റെ പിടിയിലാകൂ. എന്തെങ്കിലും അത് ചെയ്യട്ടെ ബാലസ്വാമി. ഇപ്പൊ കാണിച്ചു തരാം ഈ ബാലസ്വാമി. ഇങ്ങനെ പറയുന്നല്ലാതെ ഒന്നും കാണിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ അവരുടെ റൂമിൽ പോവാ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. നിങ്ങളെ തനിച്ചയക്കാൻ മാത്രം ഞാൻ അത്ര കഴിവ് കെട്ടണമെന്നല്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി ആ പ്രേതത്തെ അറ്റാക്ക് ചെയ്യാം. പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. പ്രേതത്തിന് എന്തൊക്കെയാണോ പേടിയുള്ളത് അതെല്ലാം നമ്മൾ കയ്യിലെടുത്ത് വെക്കും. ചെരുപ്പ് എന്താ, നല്ല ഐഡിയ അല്ലേ? ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പേടിയാ. നെക്സ്റ്റ്, ദൈവത്തിന്റെ ഫോട്ടോ, ചൂല്, കുങ്കുമം, നാരങ്ങ, ഭസ്മം. then why wait? Take all the weapons. ആ വണ്ടി എടുത്ത്. സാറേ, സാറേ, ഇനി നമ്മളെ അകറ്റാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. എടോ പിടിക്കണോ? എടുക്ക്. ആ എപ്പോഴും എന്നെ വെച്ച് തന്നെ തുടങ്ങണമല്ലേ? വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്. അവനെ തലടിക്ക്. എവിടെ പോണ വണ്ടി? നിർത്ത്, നിർത്തടാ പറഞ്ഞത്. വണ്ടി നിർത്ത്. നാശം. അങ്ങനെ കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഹലോ. പെട്ടെന്ന് മാധവി രൗദ്രഭാവത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബെഡ്റൂമിൽ വന്ന് നോക്കിയപ്പോ മുരളി ബോധമില്ലാതെ കിടക്കുന്നു. എത്ര വിളിച്ചിട്ട് ഉണരുന്നില്ല. അവരോടെല്ലാം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കാൻ പറയൂ. അപ്പൊ മുരളി എടുത്തോണ്ട് പോട്ടെ? അത് അവരെ കൊണ്ട് കഴിയില്ല. അവരോട് മാത്രം പോകാൻ പറയൂ. ഗ്രഹണം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് സമയം വളരെ കുറവാണ്. വേഗം അവിടെ എത്തണം.
വേഗം വാ വാ. ഈ പയ്യനെ അവൾ ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. അത് തകർക്കണം. സമയം ഓ എന്തു പറ്റി സ്വാമി? അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എത്തിക്കഴിഞ്ഞു. ഇഷ്ടമാണെങ്കിൽ വരാൻ പറഞ്ഞു, വന്നു. എന്നാൽ നിങ്ങളാണ് എന്നെ ഒരുപാട് നാൾ കാത്തിരുത്തിയത്. മാധവി, മുരളി ഓട്. ഇവര് നമ്മളെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. നമുക്ക് പോയേക്കാം. ഓം ചാമുണ്ടേശ്വരി നമഃ. ഓം ഭദ്രകാളി നമഃ. ഓം ഭദ്രകാളി നമഃ. ഓം ചാമുണ്ടേശ്വരി നമഃ. ഓം ഭദ്രകാളി നമഃ. ഓം ചാമുണ്ടേശ്വരി നമഃ. ഓം ഭദ്രകാളി. നീ നിന്റെ അനിയത്തിയെ രക്ഷിക്കുവോ? അദ്ദേഹത്തെ വിടാൻ പറ. വിടില്ലേ? മാധവി, നിന്റെ അനിയത്തി ജീവനോടെ ഇരുന്നാലല്ലേ അദ്ദേഹത്തെ പിടിച്ചു വെക്കൂ. മാധവി വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. പറയുന്നത് കേൾക്ക്. വേണ്ട മാധവി! വേണ്ട. മാധവി ആരും വേണ്ട. നമുക്കിനി 15 നിമിഷം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഇവരെയും കൂട്ടി മുക്കൂടയിലേക്ക് പോ.
സ്വാമി ഈ അവസ്ഥ വിഷമിക്കണ്ട, നിന്റെ അനുജത്തിക്ക് ഒന്നും സംഭവിക്കില്ല. ഈ അഗ്നി അണയുന്നവരെ മാത്രമേ എനിക്ക് ഇവിടെ പിടിച്ചു നിർത്താനാകൂ. വേഗം പുറപ്പെട്ടോളൂ. മുരളി വാ. അപ്പൊ മാധവി അവളെ സ്വാമി നോക്കിക്കോളും. നമുക്ക് എത്രയും പെട്ടെന്ന് മുക്കോടയിൽ എത്തണം.